ഞാൻ ഈ എടുക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണെങ്കിലും. ഹായ് ഗൈസ്, ഇപ്പോൾ കുറച്ച് കാലമായിട്ട് വീക്കെൻഡൊന്നും നമ്മൾ അറിയണില്ല, പെട്ടെന്ന് കഴിഞ്ഞു പോവാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ നമ്മൾ ഞാൻ വിചാരിച്ചു എന്താ എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് ആളം. അപ്പം അങ്ങോട്ട് വന്നിട്ട് ഓടാൻ പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഞാനിങ്ങനെ ചാച്ചിപ്പിനോട് ചോദിച്ചു നമ്മുടെ ദിവസം പെട്ടെന്ന് എന്തുകൊണ്ടാണ് കഴിഞ്ഞു പോകണമെന്ന്. അപ്പോൾ ചാച്ചിപ്പിടി കുറച്ച് പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എത്തിപ്പെട്ടിട്ടുള്ളത്. കണ്ടോ, നല്ല രസമായിട്ടേ കാണാൻ. അപ്പോൾ ഗൈസ്, ഞാൻ ഓടിയിട്ട് വരാം. സണ്ണ് വന്നിക്കണു. എന്നാൽ ശരി. ഇവിടെ ഒരു പോർച്ചുഗലിൻ്റെ ഫ്ലെക്സ് ഉണ്ടായിരുന്നു, അവരെടുത്ത് മാറ്റി. കണ്ടോ, ഇനി അവിടെ കൊടി മാത്രമേ ഉള്ളൂ. ഗൈസ്, അപ്പോൾ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നടക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രിയില്ല മാച്ച്. അതെ. അപ്പോൾ ആര് ജയിക്കുന്നതാണ് നിങ്ങൾക്ക് തോന്നണമെന്ന് പറയാം. ഗൈസ്, ഞാൻ എപ്പോഴും വലിയ കാര്യമായിട്ട് ഇങ്ങനെ ഫോണും തൂക്കി പിടിച്ച് വീഡിയോ ഒക്കെ എടുക്കും. പക്ഷെ അതൊന്നും ഞാൻ വ്ളോഗായിട്ട് ഇടാറില്ല. അതുമാതിരി ആവുമോയെന്ന് അറിയില്ല. ഈ വ്ളോഗ് ഇടുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും ഞാൻ ഇതിൻ്റെ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പം ശരി, നമുക്ക് ഓടിയിട്ട് വരാം. വന്നിട്ട് എനിക്ക് ഓടാനല്ല തോന്നുന്നത്. ഇവിടുത്തെ വ്യൂ കണ്ടില്ലേ, അതെന്നെ ആസ്വദിച്ചിരിക്കാൻ നമുക്ക് തോന്നും. ഇത് ഞാൻ കോമൺ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ എടുക്കുന്ന സ്ഥലം കേട്ടോ. പക്ഷെ ഇവിടെയൊക്കെ ഇപ്പോൾ കണ്ടില്ലേ, വെള്ളമായിക്കണു. ഫുള്ള് വെള്ളമാണ് വീഡിയോ എടുക്കുന്നത് ഇവിടെ നിന്നൊക്കെ. അപ്പോൾ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 30 മിനിറ്റ്സ് ഓടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് വർത്തമാനങ്ങൾ പറഞ്ഞാലോ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്നെ പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് സെലിക്ക. ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയുണ്ടാകും. മിക്കതും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ്. മിക്കതും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി കണ്ടിട്ടായിരിക്കും ഈ ഒരു വീഡിയോ കാണുന്നത്. ഗൈസ്, അപ്പോൾ ഞാനിപ്പോൾ എത്തിയിട്ടുള്ളത് BM തൂക്കുപാലത്താണ്. ആൻഡ് ഇവിടെ കയാക്കിങ് ഉണ്ടെന്നാണ് പറയണത്. അപ്പോൾ എന്തായാലും പോയി നോക്കാം. ഇപ്പോൾ കയാക്കിങ് ഉണ്ടെന്നാണ് പറയണത്, നമുക്ക് പോയി നോക്കാം. ഗൈസ്, ഇവിടെ സിപ്പ് ലൈനൊക്കെ ഉണ്ട്. സിപ്പ് ലൈൻ മാത്രമല്ല, വേറെ എന്തൊക്കെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതാ ഒരു സംഭവം കണ്ടില്ലേ, അതിൽക്കൂടെ നമ്മൾ കയറി. അതാ ഇത് ക്യാബിൻ്റെ വയറാണ്. അല്ല, ഇവിടെ കണ്ടോ, ആ കായലോരം എഴുതിക്കണ അവിടെ കൂടെ സിപ്പ് ലൈൻ ഇട്ടിട്ട് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് തന്നെ വരും. പക്ഷേ ഞാൻ ഇപ്പോൾ അതിലൊന്നും കയറുന്നില്ല, എനിക്ക് പേടിയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കയാക്കിങ് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് പിന്നൊരു ദിവസം വരുമ്പോൾ നമുക്ക് അതിലൊക്കെ കയറാം. ഗൈസ്, കായലരികത്ത് വളക്കില്. ഗൈസ്, അപ്പോൾ നമ്മൾ കയാക്കിങ്ങിൽ കയറിയിട്ടുണ്ട്. എനിക്ക് തുഴയാനറിയില്ല. വെള്ളത്തിൽ എങ്ങാനും മുങ്ങിപ്പോയാലോ. ഞാൻ ഈ എടുക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ ആണെങ്കിലും. എങ്ങാനും ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ ഫോണ് എങ്ങനെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തൊക്കെ അറിയും. കയാക്കിന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ എഞ്ചിനൊക്കെ വെച്ചിട്ട് ഓടുന്ന ബോട്ടാണെന്ന്. പക്ഷേ അതൊന്നും വരില്ല. കണ്ടോ, നമ്മളിങ്ങനെ തുഴഞ്ഞു കൊടുക്കണം. ഗൈസ്, നമ്മളൊരു ലെജൻഡിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടോ, പറക്കും കുതിര. ഓക്കെ, ഇതിൽ കേബിൾ ലൈനും ഉണ്ട്, അല്ലാത്ത ലൈനും ഉണ്ട്. ഇതിലിപ്പോൾ ഏതാ സിപ്പ് ലൈന്? സോറി ഗൈസ്, ഇത് ഒന്ന് തിരിച്ച് പോവാനും ഒന്ന് തിരിച്ച് വരാനും, ഒന്ന് പോവാനും ഒന്ന് തിരിച്ച് വരാനുമാണ് കേട്ടോ. ഗൈസ്, ഞാൻ മുന്നേ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വന്നിട്ട് ഇപ്പോൾ കുറച്ചായി. പക്ഷെ ഞാൻ വന്നിട്ടില്ല. ഞാൻ പാണിയം കൊടുത്ത് വിട്ടുപോയി. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ പറ്റിയിരുന്നു. എൻ്റെ വീട് പൊന്നാനിയിലാണ്. 30 മിനിറ്റാണ് ഇതിൻ്റെ ടൈം. തുഴഞ്ഞ് കയ്യിന് വയ്യാണ്ടായി. നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം.